സങ്കടകരമായ ഒരു ഓർമ്മയിലേക്ക് നമ്മൾ പോവുകയാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കർ വിട പറഞ്ഞിട്ട് ഇന്ന് 7 വർഷം തികയുകയാണ്. സംഗീതം ബാലഭാസ്കറിന് ജീവവിശ്വാസമായിരുന്നു. ആറ്റിങ്ങിലുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് ബാലഭാസ്കർ നമ്മെ വിട്ടുപോയത്. ഹൃദ്യമായ വയലിൻ സംഗീതം എത്രയെത്ര ഹൃദയങ്ങളെ കീഴടക്കിയായിരുന്നു. വ്യക്തിപരമായി വളരെ അടുപ്പം ബാലുവിനോട് എനിക്കും ഉണ്ടായിരുന്നു. ഒരുപാട് പേരുമായിട്ട് ബാലുവിന് സൗഹൃദമുണ്ട്. കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ബാലുവിൻ്റെ അമ്മയുടെ സഹോദരനായിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ഉള്ളത് ബെസ്റ്റ് വയലിനിസ്റ്റ് എന്ന് പറയാവുന്ന പി ശശികുമാർ. ആകാശവാണിയിലെ വയലിനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹവുമായിട്ട് ഒരുപാട് കാലം ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പി ശശികുമാർ ഈ വയലിൻ വായന കൂടാതെ അത്യാവശ്യം നാടകങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. ഈ നാടകങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൊക്കെ സ്ഥിരം അഭിനേതാവായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിയേട്ടൻ ഇപ്പോഴും ഈ വിരഹത്തിൻ്റെ സങ്കടത്തിലാണ്. ലളിതസുന്ദരമായ ഈണമായിരുന്നു ബാലഭാസ്കർ. കണ്ണുകളടച്ച് ചെറുപുഞ്ചിരിയോടെ വയലിനിൽ സംഗീതത്തിന്റെ മായാലോകം സൃഷ്ടിച്ചു ബാലഭാസ്കർ. 3-ാം വയസ്സിൽ ബാലഭാസ്കറിന് കിട്ടിയ കളിപ്പാട്ടമായിരുന്നു വയലിൻ. പിന്നീട് അത് ജീവിതത്തിന്റെ ഭാഗമായി. പന്ത്രണ്ടാം വയസ്സിൽ ആരംഭിച്ചതാണ് ആ സംഗീത ജീവിതം. സങ്കീർണമായ സംഗീതം പോലും ബാലഭാസ്കറിന്റെ അവതരണത്തിലൂടെ ലളിതമായി തോന്നും. മലയാളികൾക്ക് ആദ്യമായി ഇലക്ട്രിക് വയലിൻ പരിചയപ്പെടുത്തിയത് ബാലഭാസ്കർ ആയിരുന്നു. മംഗല്യപ്പല്ലക്ക് എന്ന ചിത്രത്തിലൂടെ 17-ാം വയസ്സിൽ സിനിമയിൽ സംഗീതമൊരുക്കി. പ്രണയം പൂക്കുന്ന നിരവധി ആൽബങ്ങൾക്ക് ജീവൻ നൽകി. 2018 സെപ്റ്റംബർ 25-നുണ്ടായ വാഹനാപകടത്തിൽ മകൾക്ക് പിന്നാലെ ബാലഭാസ്കറും യാത്രയായി. പകരക്കാരനില്ലാത്ത ആ പ്രതിഭാധനനായ കലാകാരന്റെ ഹൃദയം നിറയ്ക്കുന്ന പുഞ്ചിരിയും മാന്ത്രിക സംഗീതവും മലയാളി മനസ്സുകളിൽ എന്നെന്നും തങ്ങി നിൽക്കും. നമ്മുടെ കാൻഡിൽസ് ഇല്ല, എല്ലാവരുടെ കയ്യിൽ മൊബൈൽസ് ഇല്ലേ? Yeah, can you just wave it with me? ബാക്കി എല്ലാ ലൈറ്റ്സ് ഓഫ് ചെയ്യാവോ നമുക്ക്? Let's get an ambience, no? Wow. Research Desk 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.